നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ വിഷമിച്ചിരിക്കുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാനായി പറയാറുണ്ട്, അത് അവരുടെ പ്രശ്നമാണ്. ദേ ആർ നോട്ട് ഇൻ എ ഗുഡ് മൂഡ്, അതുകൊണ്ടാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് യു, ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി എന്നെല്ലാം. എന്നാൽ നമ്മുടെ കാര്യം വരുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ കടുത്ത നിലപാടുകളാണ് എടുക്കുന്നത്. വി ആർ ഹാർഷ് ടു ourselves. മറ്റുള്ളവർ നമ്മളോട് നെഗറ്റീവായി പെരുമാറുമ്പോൾ നമ്മൾ അതിനെ പേഴ്സണലി എടുക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവർ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ സ്വന്തം കാര്യം വരുമ്പോൾ അതിനെ അത്ര പ്രധാനമായി കാണാറുമില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ നമുക്ക് തന്നെ കൊടുക്കേണ്ട സ്നേഹവും പരിഗണനയും കുറിച്ചും, അതുപോലെ തന്നെ എങ്ങനെ നെഗറ്റിവിറ്റി നമ്മളെ ബാധിക്കാതെ നമ്മളെ തന്നെ സംരക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതുമാണ്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതും ഒപ്പം തന്നെ നമ്മുടെ പോസിറ്റീവ്സിനെയും നെഗറ്റീവ്സിനെയും കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഞാൻ എൻ്റെ വീക്ക്നെസ്സുകൾ എന്തെല്ലാമെന്ന് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും എന്നെ തന്നെ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്നെ ബാധിക്കാതെ വരുന്നു. കാരണം ഞാൻ ആരാണെന്ന വ്യക്തമായ ധാരണ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്നതനുസരിച്ചല്ല ഞാൻ എന്നെ തന്നെ കാണുന്നത്. അതെൻ്റെ മനസ്സിനെ ശാന്തമാക്കി വയ്ക്കാനും സന്തോഷം നിലനിർത്തുവാനും സഹായിക്കുന്നു. എനിക്ക് ചുറ്റുമുള്ളവർ എന്നെക്കുറിച്ച് എങ്ങനെയൊക്കെ സംസാരിച്ചാലും ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്നത് എന്താണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഞാൻ എത്ര സന്തോഷമുള്ള വ്യക്തിയായിരിക്കുമെന്നുള്ളത്. ഇറ്റ് ഈസ് വാട്ട് യു ടെൽ യുവർ സെൽഫ് ആഫ്റ്റർ someone else says something to you or about you that matters. ലോകം മുഴുവൻ ഞാൻ കഴിവുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാലും ഞാൻ കഴിവില്ലാത്ത വ്യക്തിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുകയില്ല. കാരണം വാട്ട് യു ടെൽ യുവർ സെൽഫ് ടോക്ക് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. മറ്റൊരാൾ പറഞ്ഞ കാര്യം സ്വീകരിക്കണോ തിരസ്കരിക്കണോ, പോസിറ്റീവായ രീതിയിൽ കാണണോ വേണ്ടയോ എന്നത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അതിന് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നതും അംഗീകരിക്കുന്നതും വളരെ പ്രധാനമാണ്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് വേസ്റ്റിനെ, നമ്മളെ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കടത്തിവിടുവാൻ അനുവദിക്കുകയില്ല. വി വിൽ കീപ് ദ ലിഡ് ഓഫ് അവർ വെസൽ ക്ലോസ്ഡ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അല്ലെങ്കിൽ വ്യക്തിയെ വേദനിപ്പിക്കാൻ, ഹേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മോശമായി സംസാരിക്കാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുകയില്ലല്ലോ. എന്തുകൊണ്ട് ആ പരിഗണന നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്നില്ല? ഐ ആം വർത്ത് ഇറ്റ്, ഐ ആം വാല്യുബിൾ എന്ന രീതിയിൽ നമ്മളെ തന്നെ കണ്ടുകൂടാ? അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളെ തന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ ചിന്തിക്കുവാൻ തയ്യാറാവുകയില്ല. സത്യത്തിൽ ഒരാൾ മാത്രമേ, ഓൺലി വൺ പേഴ്സൺ നീഡ്സ് ടു ബി നൈസ് ടു മീ മൈസെൽഫ്, നമ്മൾ സ്വയം. എന്നാൽ നമ്മൾ ചുറ്റുമുള്ളവരുടെ അപ്രൂവലിനായി അവർ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് നമ്മുടെ സന്തോഷം ഇല്ലാതാക്കുന്നു. മറ്റുള്ളവർ നമ്മളോട് നൈസ് ആകേണ്ട, ബഹുമാനം കാണിക്കേണ്ട. അലൗ ദം ടു ബി ഹൂ ദേ ആർ. ലെറ്റ് മീ ബി കൈൻഡ്, ലവിങ് ആൻഡ് റെസ്പെക്റ്റ്ഫുൾ ടു മൈസെൽഫ്. ഞാൻ എന്നോട് തന്നെ സ്വയം കരുണയും പരിഗണനയും കൊടുക്കുന്നതാണ് എന്ന ചിന്ത വളരെ ആശ്വാസം നൽകുന്നതാണ്. അങ്ങനെ സന്തോഷമുള്ളവരായി സ്വയം ഇരിക്കുമ്പോൾ മറ്റുള്ളവർക്കും ആശ്വാസം പകരുവാൻ നമുക്ക് സാധിക്കുന്നു. മറ്റുള്ളവർ നമ്മുടെ നേരെ അവരുടെ എനർജി ഉപയോഗിക്കുമ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. ഒന്നാമതായി, അതേ എനർജി തിരിച്ചു കൊടുക്കാം. ഉദാഹരണമായി, നമ്മളോട് ഷൗട്ട് ചെയ്യുന്ന വ്യക്തിയോട് നമ്മൾ തിരിച്ച് ഷൗട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അവർ തരുന്ന അതേ എനർജി റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായി, ആ എനർജിയെ സ്വീകരിക്കാം, അബ്സോർബ് ചെയ്യാം, തിരിച്ചൊന്നും പറയാതെ. പക്ഷേ ഉള്ളിലത് നമ്മളെ ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു. മൂന്നാമതായി, മറ്റൊരു വ്യക്തി തരുന്ന എനർജിയെ സ്വീകരിക്കാതിരിക്കാം, റിജക്റ്റ് ചെയ്യാം, നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അത് നമ്മളെ സ്വാധീനിക്കാൻ അനുവദിക്കാതിരിക്കാം. ദേ റിക്വയർ സം ഹീലിംഗ്, ദേ ആർ നോട്ട് ഓക്കെ. എന്തോ ഒന്ന് അവരെ അലട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവർ പറഞ്ഞത് സ്വീകരിക്കാതിരിക്കാം. അതിന് സെൽഫ് അക്സെപ്റ്റൻസ് ആൻഡ് സെൽഫ് ലവ് വളരെ ആവശ്യമാണ്. ഇവ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല എന്ന് തോന്നിയാലും പ്രാക്ടീസിലൂടെ സാവധാനം ആർജിച്ചെടുക്കാവുന്നതാണ്. അതുകൊണ്ട് തെറ്റുപറ്റിയാലും
ഏതെങ്കിലും ഒരു കാര്യം, ഒരു ചിന്ത നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു കാര്യം ശരിയല്ല എന്ന തോന്നലുണ്ടെങ്കിൽ ഉടനെ ടേക്ക് ചാർജ് ഓഫ് യുവർ മൈൻഡ്. സ്റ്റോപ്പ് റിഫ്ലക്റ്റിംഗ് ഓർ സ്റ്റോപ്പ് അബ്സോർബിംഗ്. നമ്മളെ തന്നെ ആ നെഗറ്റിവിറ്റിയിൽ നിന്നും സംരക്ഷിക്കുവാൻ ദൈവത്തോട് ചോദിക്കുക. ആസ്ക് ഫോർ എ പ്രൊട്ടക്റ്റീവ് ഷീൽഡ്. ഒരു സംരക്ഷണ കവചത്തിനായി ചോദിക്കുക. പ്രൊട്ടക്റ്റ് യുവർ സെൽഫ്. ഞാൻ എന്നെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന ശക്തമായ തീരുമാനമെടുക്കുക. സാധിക്കുമെങ്കിൽ അവരെ ബ്ലെസ് ചെയ്യുക. ഇത് ഇന്റേണൽ പീസ് ആൻഡ് ഹാപ്പിനെസ് നമ്മളിൽ നിലനിർത്തുവാൻ സഹായിക്കുന്നു. അതിനായി ഒരു നല്ല വഴിയാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷനിൽ ശാന്തമായിരിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജി തന്ന ആ ഒരു വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ആദ്യമായി, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യമാണ് ഒരുപക്ഷെ ആ ഒരു വ്യക്തിയെ അസ്വസ്ഥനാക്കി നമ്മളോട് ഇങ്ങനെ പെരുമാറുവാൻ കാരണമാകുന്നതെങ്കിൽ ഞാൻ ആ വ്യക്തിയോട് മാപ്പ് ചോദിക്കുന്നു എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയിലേക്ക് ഈ ഒരു ചിന്ത അയക്കുന്നതായി മനസ്സിൽ കാണാം. രണ്ടാമതായി, ആ വ്യക്തി നമ്മളോട് ചെയ്യുന്ന കാര്യത്തിന് സ്വയം ക്ഷമിക്കുക. ആ ഒരു ചിന്ത ആ വ്യക്തിയിലേക്ക് അയക്കുന്നതായി മനസ്സിൽ കാണാം. ഇത് ആ വ്യക്തിയുമായുള്ള ബന്ധത്തെ സാവധാനം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും. അതുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരു ദിവസത്തെ ആരംഭിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ആദ്യം ഹയർ പവർ, ദൈവവുമായി കണക്ട് ചെയ്യാം. ആ ഒരു ദിവസം നെഗറ്റീവായ എല്ലാ കാര്യങ്ങളിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടാനായി ഒരു സംരക്ഷണ കവചം ചോദിക്കാം. അതിനുശേഷം മുൻപ് പറഞ്ഞ ഹീലിംഗ് ആയ പോസിറ്റീവായ ചിന്തകൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള വ്യക്തികളിലേക്ക് അയക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഇന്നർ പീസും സന്തോഷവും ഉള്ളവരായി മാറുന്നു. മറ്റുള്ളവർക്ക്, നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹവും പരിഗണനയും നമുക്ക് സ്വയവും കൊടുക്കാൻ നമുക്ക് ശ്രമിക്കാം. സെൽഫ് ലവിനെ കുറിച്ചുള്ള ഒരു വാക്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സെൽഫ് ലവ് ഇസ് നോട്ട് സെൽഫിഷ്. യു കനോട്ട് ട്രൂലി ലവ് അനദർ അൺടിൽ യു നോ ഹൗ ടു ലവ് യുവർ സെൽഫ്.